ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിമണി. നിന്റെ ഇഷ്ടം നീ രാഹുലിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് കുട്ടിമണി പറയുന്നു. കുട്ടാപ്പൂനെയും കൊണ്ട് വനജ വയലൂരം വീട്ടിലെത്തുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള മനസ്സിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ബാലൻ ശിവയെ കൊന്ന കുറ്റം പിറ്റളയേൽക്കുന്നു. കുട്ടിമണി വയലൂരം വീടിനെ സ്വപ്നം കാണുന്നു. ശിവയുടെ മരണത്തെക്കുറിച്ച് പോലീസിനോട് ഒന്നും പറയരുതെന്ന് ബാലൻ സീതയോടും സുഭദ്രയോടും പറയുന്നു. തുടർന്ന് കാണുക. എന്തിനാ ബാല വിളിച്ചത്? പിള്ളേരുടെ കൂടെ ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കുഞ്ഞുങ്ങൾ ഉറങ്ങി വന്നപ്പോഴേക്കും നീ വിളിച്ച്. അവരിറങ്ങട്ടെ അപ്പച്ചമ്മേ. വയലോരം വീടിന്റെ അടുത്ത തലമുറ സമാധാനമായിട്ട് ഉറങ്ങട്ടെ. അവർക്കെന്നും ശാന്തി സമാധാനം കിട്ടാനായിട്ട് നമുക്ക് ഉണർന്നിരിക്കാം. ഇത് നല്ല കൂത്തായി പോയി. കുഞ്ഞുമണിക്കും കുട്ടാപ്പൂനും ഞാൻ ഉണർന്ന എങ്ങനെ സമാധാനം കിട്ടുന്നത്? ഇത് തമാശയല്ല അപ്പച്ചമ്മേ. ബാലേട്ടൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. അപ്പച്ചമ്മേ, ആരും അറിയാതെ ഇവിടെ വെച്ച് സിജനൊരു കൃത്യം ചെയ്തില്ലേ? മതികലയുടെ ഭ്രാന്തിൽ അവസാനിച്ച് ആ രാത്രി വയലോരം വീടിനെ വേട്ടയാടുക. അന്ന് സിജനോടുള്ള ദേഷ്യത്തിന് സീതയെല്ലാം രവിയോട് പറഞ്ഞിരുന്നു. രവി അത് പോലീസിൽ അറിയിച്ചു. അമ്മേ, വിളിക്കടാ രവിയെ. അവനെ 4 ചീത്ത വിളിച്ചിട്ട് തന്നെ കാര്യം. സിജനോട് ഇങ്ങനെ ദുഷ്ടത കാട്ടാൻ മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തതെന്ന് എനിക്കറിയണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായത്. എന്റെ ഫോൺ ഇതിനകം പോലീസിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കും. ഇവിടുന്ന് പോകുന്ന ഓരോ കോളുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. രവിയെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും അപകടമാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും മക്കളെ? നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പോലീസിനെ കാണുമ്പോഴേ എന്റെ മുട്ട് വിറയ്ക്കും. അങ്ങനെ വിറയ്ക്കരുത്. ആ രാത്രി ഇവിടെ നടന്നത് എന്താണെന്ന് എല്ലാവരും ഒരേപോലെ പറയണം. അതിനായി നമ്മളൊരു പുതിയ കഥ മെനയണം. അന്ന് രാത്രി സീത മതികലെ ഇവിടെ വിളിച്ചു വരുത്തി സിം കാർഡും മെമ്മറി കാർഡും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതുമായി വരാമെന്ന് പറഞ്ഞ സിജം വന്നില്ല. ഇവിടെ കിടന്ന് ബഹളം വെച്ച മതികലെ നമ്മൾ പിടിച്ച് പുറത്താക്കി. അതേ എല്ലാവരും പറയാവൂ. സിജനോ ശിവയോ ആ രാത്രി ഇവിടെ വന്നിട്ടേയില്ല. മനസ്സിലായോ? ഉള്ളതെല്ലാം രവി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വിശ്വസിക്കോടാ? വിശ്വസിപ്പിക്കണം. മതികലയെ പൂട്ടിയിട്ടത് മുതൽ സിജൻ ശിവയെ ഇവിടുന്ന് കൊണ്ടുപോയത് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ എല്ലാവരും മനസ്സിൽ നിന്ന് മാച്ചുകളാണ്. ഞാൻ പറഞ്ഞ കഥ ആദ്യം സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ പിന്നെ വേറെ ഒന്നും പുറത്തു വരില്ല. ഞാൻ ശ്രമിക്കാം മക്കളെ. നീ കഥ ഒന്നുകൂടെ പറഞ്ഞേ. സീത മതികലയെ വിളിച്ച് സിം കാർഡും മെമ്മറി കാർഡും കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് മതികല വന്നു. മതികല മെമ്മറി കാർഡ് ചോദിച്ച് ബഹളം ഉണ്ടാക്കി. നിന്റെ മൊബൈൽ ഫോണിന്റെ സിം കാർഡും മെമ്മറി കാർഡും എന്റെ കയ്യിലുണ്ട്. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാ വിളിച്ചത്. നേരോ? സിജൻ അപ്പച്ചിയമ്മയെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനും ഇപ്പോഴാ അറിഞ്ഞത്. അപ്പച്ചിയമ്മ ഒളിപ്പിച്ചു വെച്ചെടുത്തെന്ന് ഞാനത് കണ്ടെടുത്തു. അത് വിശ്വസിച്ച് മതികല വന്നു. മതികല മെമ്മറി കാർഡ് ചോദിച്ച് ബഹളം വെച്ചു. ഒടുവിൽ അവൾ സീതയുടെ കഴുത്തിൽ പിടിച്ചു. നമ്മൾ അവളെ ഇറക്കി വിട്ടു. മനസ്സിലായി മക്കളെ, മനസ്സിലായി. വയസ്സാം കാലത്ത് ജയിലിൽ കയറ്റി അടങ്ങുന്ന രവി തീരുമാനിച്ചാൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ പിടിച്ചു നിൽക്കും. നമ്മുടെ സുരക്ഷയല്ല ഇവിടുത്തെ പ്രശ്നം. സിജന നിയമത്തിന് വിട്ടുകൊടുക്കരുത്. നമ്മൾ അതിന് കാരണക്കാരാവരുത്. ഇല്ല മക്കളെ, ഈ കുടുംബത്തിന്റെ തായ്വേരർത്ഥവനെ അവൻ ശിക്ഷിച്ചത്. അപ്പച്ചിയമ്മേ, അപ്പച്ചിയമ്മയോടല്ലേ ഇപ്പൊ ബാലേട്ടൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞത്? ശരിയാ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഏത് ശിവയെ കുറിച്ചാ മക്കളെ നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ ശാരദയെ കൊന്നവനോ? അവന്റെ പേര് പോലും ഇവിടെ കേൾക്കരുത്. ഈ വൈതരണി നമ്മൾ ഒരുമിച്ച് കിടക്കും. പറഞ്ഞോളൂ. വാട്ട്?
വെയിറ്റ് ദെയർ. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. ശിവപാണ്ഡ്യ പെരുമാൾ എന്നൊരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അറിയാം പക്ഷെ സാർ. ആ പേര് പോലും ഇവിടെ ഉച്ചരിക്കല്ലേ സാറേ? ഞങ്ങളുടെ ശാരദയെ കൊന്നത് അവനാ. എത്രയോ മിടുക്കന്മാരുണ്ട് നിങ്ങളുടെ കൂടെ, എന്നിട്ടും അവനെ ഇതുവരെ പിടിക്കാൻ കഴിയാത്തത് കഷ്ടമല്ലേ സാറേ? ഞങ്ങളുടെ സിജന്റെ കൂട്ടുകാരനായിരുന്നു ശിവ. കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കിയ സിജൻ അയാളെ ഒഴിവാക്കിയത്. സാർ എന്തിനാ ശിവയെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അയാൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി കാണും, അതല്ലേ അവന്റെ ജോലി തന്നെ. ശാരദ, നിന്നെ ഇല്ലാതാക്കിയവൻ ഇപ്പോഴും ഇവിടെ വിലസി നടക്കുക. ശിവയെ ആരോ കൊലപ്പെടുത്തിയതായി ഞങ്ങൾ സംശയിക്കുന്നു. അയ്യോ, എന്റെ പരുത്തിക്കാവിലമ്മേ, നീ കാത്തു. ചത്തക്ക് കണക്കായി പോയി സാറേ. അയ്യോ, ഏത് മിടുക്കനാ സാറേ അവനെ കൊന്നത്? അപ്പച്ചിയമ്മേ, ഇങ്ങനൊന്നും പറയരുത്. ദുഷ്ടനാണെങ്കിലും ഒരാളുടെ ജീവൻ എടുക്കാൻ ദൈവം ആർക്കും അധികാരമൊന്നും കൊടുത്തിട്ടില്ല. ശിവയെ വകവരുത്തിയത് മനസ്സജനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സിജനോ? ഒരിക്കലും അല്ല സാറേ. സിജൻ ആരെയും നോവിക്കാൻ പോലും ആവില്ല. ഞങ്ങളുടെ കുട്ടിമണിയുടെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന അവൻ എന്നേ ശിവയ്ക്ക് മാപ്പ് കൊടുത്തതാ. സാറന്മാര് പാവം അവനെ സംശയിക്കരുത്. കുട്ടിമണിയെ കാണാതായതിനു മുമ്പായിരുന്നു ശിവയുടെ മിസ്സിംഗ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ, മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രി. മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രിയോ? അതെ, അന്ന് മനസ്സിനിവിടെ വന്നില്ലേ? ഏയ് ഇല്ല സാറേ. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ധൃതിയിൽ പറയാൻ എന്താ കാരണം? സിജൻ എന്നെ എന്നെയും പറ്റിച്ചതാ. എങ്ങനെ? അവളുടെ ഫോണിന്റെ സിം കാർഡും മെമ്മറി കാർഡും തിരിച്ചു വേണോന്ന് പറഞ്ഞ് കുറെ ദിവസമായി വലിയ പ്രശ്നമായിരുന്നു. ഒടുവിൽ ഞാൻ സിജനെ വിളിച്ചു പറഞ്ഞു അതുമായി ഇങ്ങ് വരാൻ. സിജൻ വരാന്നും പറഞ്ഞു. അതനുസരിച്ച് ഞാൻ മതികലയുടെ അമ്മയുടെ ഫോണിൽ വിളിച്ച് കലയോടും വരാൻ പറഞ്ഞു. അവളിവിടെ വിളിച്ചു കയറ്റുന്നതിനോട് എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു സാറേ. നമ്മൾ അകത്തേക്ക് കേറ്റില്ലല്ലോ ബാലേട്ട. മുറ്റത്ത് നിർത്തി സംസാരിച്ച് വിട്ടതല്ലേ ഉള്ളൂ. അകത്തോട്ട് കയറിയിരുന്നെങ്കിൽ മുട്ടുകാർ തല്ലി ഓടിച്ചാനെ. എന്തായാലും സിജൻ വന്നില്ല. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. മതികല ഇവിടെ കിടന്ന് ഒരുപാട് ബഹളം. അവസാനം ഇവളുടെ കഴുത്തിന് കയറി പിടിച്ചപ്പം എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളെ പിടിച്ച് പുറത്താക്കി. അതുകൊണ്ട് അവൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ കലയുടെ അമ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. വെറുതെ പഴി കേൾക്കുന്നത് വയലൂരം വീടിന്റെ ദുർവിധിയാ. ആ രാത്രി മനസ്സജൻ ഇവിടെ വന്നെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇല്ല സാറേ, സിജൻ ഇവിടെ വന്നിട്ടില്ല. ശിവയോ? അവൻ ഇവിടെ കാല് കുത്തിയിരുന്നെങ്കിൽ ഞാൻ തന്നെ കൊന്നേനെ. ഹോ, എന്റെ കണ്ണിലൊന്ന് കിട്ടിയില്ലല്ലോ അവനെ. സിജന് ശിവയെ ആരും ഇവിടെ വന്നിട്ടില്ല സാറേ. മതികല വന്ന കാര്യം ഞാൻ പറഞ്ഞതല്ലേ. മേഡം, ഇവരുടെ പെരുമാറ്റത്തിലൊന്നും അസ്വാഭാവികത തീരെയില്ല. ഞാനിന്ന് വരട്ടണോ? വേണ്ട, തിരിച്ചു പോരെ. ശരി മേഡം. പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഞാൻ പോവാ. പക്ഷെ ഈ പറഞ്ഞതൊക്കെ കളവാണെന്ന് തോന്നിയാൽ ഞാൻ തിരിച്ചു വരും. അന്നിത്ര സോഫ്റ്റായിട്ടായിരിക്കില്ല പെരുമാറുന്നത്. ആശ്വാസമായി. ആശ്വസിക്കാൻ വരട്ടെ അപ്പച്ചമ്മേ. മുംതാസ് മേഡം തന്നെ ഇനി നേരിട്ടിറങ്ങും. അപ്പോഴേ പ്രശ്നമാവാൻ പോകുന്നത്. നീ പേടിക്കാതെ സീതേ. ആര് വന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും. ഇപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസമായടാ. നമ്മൾ ഇപ്പൊ നിന്നതുപോലെ അങ്ങ് നിൽക്കും, ഉറപ്പ്. എനിക്കിപ്പോഴും പേടി രവിയാ. സിജനെതിരെ അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അപ്പച്ചമ്മേ. അവനെ വിളിച്ച് രണ്ട് ചീത്ത പറയാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മോനെ. പക്ഷെ എന്തോ ചെയ്യാനാ, പോലീസുകാർ വർത്താനം പിടിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ ഇങ്ങോട്ട് വിളിച്ചാൽ പോലും ഞാനൊന്നും പറയില്ല. ഫോണിലൂടെ ഇതേക്കുറിച്ച് ഒരു സംസാരവും വേണ്ട. ഒക്കെ ശരിയാ. പക്ഷേ സിജനെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ എന്താ വഴി? തൽക്കാലം അന്വേഷിക്കാതിരിക്കുന്നതാ ബുദ്ധി. അതെന്താ മക്കളെ? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നേ മുംതാസ് മേഡം കരുതാവൂ. സിജനെ അറസ്റ്റ് ചെയ്തോ നമ്മൾ അന്വേഷിച്ചാൽ പിന്നെ ഇത്രയും നിഷ്കളങ്കത നടിക്കാൻ നമുക്ക് കഴിയില്ല. പകരം ഇപ്പം മുതൽ പലരെയും ഫോൺ വിളിച്ച് അന്വേഷണം തുടങ്ങും, സിജൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. രവിയെയും തമ്പിസാറിനെയും പിച്ചലയും ഒക്കെ. ബാലേട്ട, പിച്ചല കുറ്റം സമ്മതിച്ചു എന്നാ മുംതാസ് മേഡം പറഞ്ഞത്. പറഞ്ഞത്
എന്തൊക്കെ പുലിവാലുകളായി രവി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടിമണിയെ കൊണ്ട് വരട്ടെ, അവൻ വച്ചിട്ടുണ്ട് ഞാൻ അവന്. അല്ല, നേരിട്ട് ചെയ്ത വിളിച്ച പോലീസ് പിടിക്കത്തില്ലല്ലോ. അഹങ്കാരി അവനെയും വരട്ടെ. പിച്ചള പറഞ്ഞത് സത്യമായിരുന്നല്ലേ? സത്യമായിരുന്നു. ഡെഡ് ബോഡി ഉപേക്ഷിച്ച സ്ഥലം മാത്രം. ഭൂതത്തം കെട്ടിലെ കൊക്കയിൽ നിന്ന് ശിവയുടെ ബോഡി കിട്ടി. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് ഈ പറഞ്ഞത്ര ദിവസത്തെ പഴക്കം തന്നെ ആ ബോഡിക്ക്. കേസിനെ മനസ്സിജനുമായി ബന്ധിപ്പിക്കാൻ പറ്റിയ തെളിവുകൾ മാത്രം കിട്ടിയില്ല അല്ലേ? അതെ സർ. വയലോരം വീട്ടിലേക്ക് ഒരു സംഘത്തെ അയച്ചിരുന്നു. പക്ഷെ ബാലനും കുടുംബവും തന്ത്രപൂർവ്വം കളിച്ചു. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു നാടകം അവൻ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചു. അതൊരു വിഷയമല്ല. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മാറി മാറി ചോദ്യം ചെയ്താൽ സത്യം താനെ പുറത്തു വരും. അതെനിക്കറിയാം സർ. പക്ഷെ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി കിട്ടിയിട്ട് മനസ്സിജനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം. എന്നിട്ട് മതി സാക്ഷികളെ ചോദ്യം ചെയ്യൽ. ആദ്യം ബോഡി ശിവയുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ബോഡി കളഞ്ഞ കാർ കണ്ടെത്തി പരിശോധിക്കണം. കാർ പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു സർ. ഗുഡ്. കാര്യങ്ങൾ ഊർജിതമായി നടക്കട്ടെ. ശരി സർ. സിജനെ അന്വേഷിച്ച് പിടിക്കാൻ ഇനി ഒരിടവേ ബാക്കിയുള്ളൂ. അത് രവിയുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റാ. സിജൻ ബാംഗ്ലൂരിൽ എത്തിയിട്ടില്ലെന്ന് തമ്പി സാർ പറഞ്ഞ സ്ഥിതിക്ക് രവിയെ വിളിക്കേണ്ട ആവശ്യമില്ല ബാലേട്ട. നമുക്കത് ഉറപ്പിക്കാം. സിജൻ മുംതാസ് മാഡത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന്. അതെ, അക്കാര്യത്തിൽ ഇനി സംശയമൊന്നും വേണ്ട. അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടത്. മുംതാസ് മാഡം കാണുന്ന പോലെയല്ല. വളരെ കർക്കശക്കാരിയായ ഒരു ഉദ്യോഗസ്ഥയാ. നമ്മളെയൊക്കെ ചോദ്യം ചെയ്യാൻ അവരിങ്ങോട്ട് വരാത്തതിന് പിന്നിൽ പോലും തക്കതായ ഒരു കാരണം കാണും ബാലേട്ട. അതെനിക്കറിയാം സീതേ. കഴിഞ്ഞ കുറേ ദിവസമായി നടന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് വയലോരം വീടിനെ ലക്ഷ്യം വെച്ച് അവരൊരു വല വിരിച്ചിരിക്കുകയാണെന്ന്. കുഞ്ഞുമണിയെ എന്നെയും കസ്റ്റഡിയിലെടുത്ത് അവരൊരു നാടകം നടത്തിയില്ലേ, അതിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. സിജനും ഞാനും ചെന്ന് അക്കാര്യം അവരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കുടുംബം നിലനിർത്താനായിട്ട് അല്പം വഴിവിട്ട് ഒരു സഹായം ചെയ്യാമെന്നും മാഡം പറഞ്ഞു. പക്ഷേ അവരുടെ ലക്ഷ്യം നമുക്കിടയിൽ ഒരു ഛിദ്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രി ഇവിടെ എന്താ നടന്നതെന്ന് അവർക്കറിയണമായിരുന്നു. അതിനുവേണ്ടിയാ അവർ ആ നാടകത്തിന് തയ്യാറായത്. നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നീ സിജനെതിരെ തിരിയുമെന്ന് അവർ കരുതിയത്. പക്ഷേ ആ പരീക്ഷണഘട്ടത്തെ നീ അതിജീവിച്ചു. പക്ഷേ രവി പഴയതൊക്കെ മറന്നവൻ സിജനെ ഒറ്റിക്കൊടുത്തു. ഈ ബാലേട്ടനും അവന്റെ അപ്പച്ചമ്മയും പോലും പിടിക്കപ്പെടുമെന്ന കാര്യം അവൻ മറന്നു. രവി ഒറ്റിക്കൊടുത്തുവെന്ന് അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ നമ്മുടെ ഊഹമല്ലേ? അതെ, ഊഹം മാത്രമാ. പക്ഷേ അതുതന്നെയാ നടന്നിരിക്കുന്നത്. ഫോണിലൂടെ അക്കാര്യം സംസാരിക്കുന്നത് പോലും റിസ്ക്കാ. അതുകൊണ്ടാ ഞാനവനെ വിളിക്കണ്ടാന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇങ്ങ് വരുമല്ലോ, അപ്പോഴാകാം ബാക്കി ചോദ്യം പറച്ചിലൊക്കെ. രവിയാ വിളിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഫോണെടുത്ത് അവന് പറയാനുള്ളത് ഞാൻ കേൾക്കാം. ഹലോ രവി. ഓ എന്റെ മക്കളെ, കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ഉറക്കം നിങ്ങളൊന്ന് കാണണം. കെട്ടിപ്പിടിച്ചാ കിടപ്പ്. കുട്ടാപ്പൂന്റെ നെഞ്ചത്താ കുഞ്ഞുമണിയുടെ തല. അതങ്ങക്കറിയാം ആങ്ങളെയും പെങ്ങളുമാണെന്ന്. ഇത്രയും നല്ലൊരു കാഴ്ച ഞാൻ എന്റെ ജന്മത്ത് കണ്ടിട്ടില്ല. രവി, നിനക്ക് 100 കൂട്ടം ജോലി തിരക്കുകളാണ്. അതിനിടയിൽ കുട്ടിമണി നിനക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അവളെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ. അവളിവിടെ എത്തിയേ പറ്റൂ. രവിയാണോടാ വിളിക്കുന്നത്? അതെ, അവന്റെ ജോലി തിരക്ക് കാരണം അവൻ കുട്ടിമണി ഇവിടെ എത്തിക്കാത്തതെന്ന്. ഫോണിങ്ങിതാ, അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എടാ, നിനക്ക് ഒരുപാട് ജോലി തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ കുടുംബത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ. നിന്നെ കാണണമെന്ന് ഇവിടെ ആർക്കും വലിയ ആഗ്രഹമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, കുട്ടിമണിയെ ഒരു വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് അയക്കും. ഞങ്ങൾ വിമാനത്താവളത്തിൽ ചെന്ന് വാങ്ങിച്ചോളാം. അവനോട് ഇങ്ങനെയൊന്നും പറയില്ലേ അപ്പച്ചമ്മേ? പിന്നെ ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ നീ പറയുന്നത്? പറയാനുള്ളത് പലതും എന്റെ നാവിൻ തുമ്പിലുണ്ട്. പക്ഷേ കണകുണ വർത്താനം പറയാതെ കുട്ടിമണി ഇങ്ങോട്ട് എത്തിക്ക്. അത് കഴിഞ്ഞ് മതി ഇനി വിളിയും പറച്ചിലും ഒക്കെ. ദാ കട്ട് ചെയ്തേക്ക്. ഹലോ, ശരി, നീ ആലോചിച്ചിട്ട് വിളിക്കുക. പക്ഷെ അധികം വൈകണ്ട. വൈകി അവൻ വിവരം അറിയും. ആ പോലീസ് ഭദ്രകാളി നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അല്ലെങ്കിലേ രവിയോടെ മോങ്ങിക്കൊണ്ടിരുന്നേനെ.
എന്തായാലും കുട്ടിമണി എത്തിക്കാന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ അപ്പച്ചിയമ്മേ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. മനസ്സിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ സ്വസ്ഥതയായെന്നെ. പക്ഷേ അവൻ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ മക്കളെ. ആ എസ് പിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അയാളെ ഒന്ന് വിളിച്ചാലോ? സിജനെ കാണുന്നില്ലെന്നൊരു പരാതി കൊടുത്താലോ? അതിൽ തെറ്റില്ല ബാലേട്ട. പക്ഷെ മുംതാസ് മേഡം അദ്ദേഹത്തോടും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എന്ന് കരുതി നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ബാല, നീ വിളിക്ക്. എസ് പിയോ അതിന് മേലെയുള്ള ആരെയാണെന്ന് വെച്ചാ വിളിക്ക്. ഒന്നുമില്ലെങ്കിലും സിജൻ എവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അത്രയും ആയില്ലേ? ഹലോ, ഞാൻ ബാലേന്ദ്രനാ, വയലോരം വീട്ടിലെ. ആ മിസ്റ്റർ ബാലേന്ദ്രൻ, പറയൂ. കുട്ടിയെ ശിശുമന്ദിരത്തിൽ നിന്ന് കൊണ്ടുപോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഹാപ്പി ആയില്ലേ? കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഹാപ്പി ആയി സാറേ. പക്ഷേ എന്തുപറ്റി? എൻ്റെ സഹായം വല്ലതും വേണോ? വേണ്ടി വരും സാർ. കുറച്ച് ദിവസമായി സിജൻ്റെ, അതായത് എൻ്റെ അളിയൻ മനസിജൻ്റെ ഒരു വിവരവും ഇല്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എപ്പോഴും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഓ, ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ? സിജൻ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ അന്വേഷിച്ചു സാറേ. ഒരിടത്തും ചെന്നിട്ടില്ല. എന്തെങ്കിലും അപകടം പറ്റിയൊന്ന് പേടിയാ. വിഷമിക്കാതിരിക്കൂ, ഞാൻ അന്വേഷിക്കാം. ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി എഴുതി തരാം സാർ. ഏയ്, തൽക്കാലം കംപ്ലൈൻ്റ് ഒന്നും തരണ്ട. ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ശരി ശരി. മോനെ ബാല, പരാതി തരണ്ടെന്ന് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് സിജൻ കസ്റ്റഡി തന്നെ കാണും. അതെ, പരാതി കിട്ടിയ അന്വേഷിക്കേണ്ടി വരുമെന്നും സത്യം മറച്ചു വെച്ചതിന് കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് എസ് പി സാറിനറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞതാ പരാതി തരണ്ടെന്ന്. നമ്മൾ ഇനി എന്ത് ചെയ്യും മക്കളെ? അങ്ങനെ ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല അപ്പച്ചമ്മേ. ഒരു കാര്യം ഉറപ്പായി, കുട്ടിമണി വരുമ്പോൾ സിജൻ ഇവിടെ ഉണ്ടാവില്ല. തീർത്ത് പറയണ്ട ബാലേട്ട. ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ട് ചില കാര്യങ്ങൾ. നിയമകാര്യങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഒരാളെ അന്യായമായി കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമൊന്നും പോലീസിനില്ലാന്ന് എനിക്കറിയാം. അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അതുകൊണ്ട് സിജന്റെ അറസ്റ്റ് പോലും മുംതാസ് മേഡം രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാനൊരു പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? ചുരുങ്ങിയ പക്ഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്മതിക്കേണ്ടി വരില്ലേ? സമ്മതിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി ഹാജരാക്കേണ്ടി വരില്ലേ? പരാതി സ്റ്റേഷനിൽ കൊടുക്കണോ അതോ കോടതി കൊടുക്കണോ എന്ന് നമുക്ക് ആലോചിക്കാം ബാലേട്ട. അല്ല, കോടതി നേരിട്ട് പരാതി കൊടുക്കാൻ പറ്റുമോ? പറ്റും. അതിന് ബാലേട്ടനൊരു വക്കീലിനെ പോയി കാണണം. സിജനെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞൊരു ഹർജി കൊടുക്കണം. ഹേബിയസ് കോർപ്പസ് എന്നോ മറ്റോ ആണ് ആ ഹർജിയുടെ പേരെന്ന് തോന്നുന്നു. ഞാനും കേട്ടിട്ടുണ്ട് സിതേ, ഹേബിയസ് കോർപ്പസ്. അത് തന്നെയാണ്. എന്നാ ഇനി പിന്നെ എത്രയും പെട്ടെന്ന് ആ കോപ്പസ് അങ്ങ് കൊടുക്ക്. ഇനി താമസിക്കണ്ട. ശരി, ഞാനൊരു വക്കീലിനെ കണ്ടു നോക്കാം. മനുഷ്യനെ പോലീസുകാർ തന്നെ തട്ടിക്കൊണ്ടുപോവുകയെന്ന് വെച്ചാ കൊല്ലാത്ത കാലം തന്നെ. പാവം മനസ്സിൽ എവിടെയാണോ എന്തോ. വയലോരം വീട്ടിൽ ഇപ്പോ ഒരു ഉഗ്രൻ സിനിമ കളിക്കുക. ദൃശ്യം. ബാലചന്ദ്രനാണ് മോഹൻലാലിന്റെ റോളിൽ. അഭിനയം മികച്ചതാണെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. തോന്നല മേഡം, വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ സീതയും അപ്പച്ചിയുമൊന്നും അഭിനയിക്കാറില്ല. അവരെന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും. വയലോരം വീട്ടിലെ ഒരു അംഗം തന്നെ നീയാണ് ശിവയെ കൊന്നതെന്ന് എന്നോട് പറഞ്ഞാലോ? അത് സത്യമായിരിക്കും? അങ്ങനെ ഒരാളും പറയില്ല മേഡം. നുണ പറഞ്ഞ് എന്നെ കൊടുക്കാൻ മോഹിക്കുന്ന ഒരാളും അവിടെ ഉണ്ടാവില്ല. ഒരാളുണ്ട് മനസ്സിജ, സിജനെ പരിപൂർണമായി വെറുക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളില്ലേന്ന് നീയൊന്ന് ഓർത്തു നോക്ക്. ദിവ്യേട്ടന് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ കയ്യിലേക്ക് എന്നെ എറിഞ്ഞു തരാനുള്ള ക്രൂരതയൊന്നും ആ മനസ്സിലുണ്ടാവില്ല. ആടറിയുന്നുണ്ടോ അങ്ങാടി വാണിപ്പം? കഷ്ടം. ബാലനെ ഫോൺ വിളിക്കുന്ന കാര്യം ഇയാളോട് പറഞ്ഞോ? ഇല്ല,
ഞാനതിലേക്ക് വരികയായിരുന്നു. മിസ്റ്റർ ബാലചന്ദ്രൻ SP സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു, നിങ്ങളെ കാണുന്നില്ലെന്ന് പരാതി പറയാൻ. സ്വാഭാവികം. ഞാൻ എവിടെയാണെന്ന് പോലും നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് സ്നേഹമുള്ളവർ അന്വേഷിക്കും, കാണാതാവുമ്പോൾ പരാതി പറയും. അവർക്കറിയില്ലല്ലോ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന്. കൂടുതൽ വാചകടിക്കൊന്നും വേണ്ട. നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിവിടെ നിൽക്കുന്നത്. തെളിവുകളുടെ കുറവ് കാരണാ നീ വാചകടിച്ചിവിടെ നിൽക്കുന്നത്. തെളിവിന്റെ കുറവല്ല മാഡം, അഭാവം. ഒരു തെളിവുമില്ല നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ടാ നിങ്ങൾ എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഭയപ്പെടുന്നത്. കൈവയ്ക്കാൻ ഭയമൊന്നുമില്ല മനസ്സിജ. ഈ കേസ് തെളിയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ മുംതാസിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഇവർക്ക് കുറച്ച് സെന്റിമെന്റ്സ് ബാക്കിയുള്ളതുകൊണ്ടാണ് മൂന്നാം മുറ പ്രയോഗിക്കാത്തത്. സെന്റിമെന്റ്സ് ഒന്നുമല്ല സർ. അയ്യപ്പൻകുട്ടി സാറിന് വേണ്ടപ്പെട്ടവരായിരുന്നു ഈ മനസ്സിജനും പിച്ചളയും. അക്കാര്യം ഓർക്കുമ്പോഴാ ഞാൻ പലതും വേണ്ടാന്ന് വെക്കുന്നത്. മനസ്സിജ, ദാ ഞാൻ നിന്റെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇതിൽ നിന്ന് ബാലനെ വിളിച്ച് സംസാരിക്കണം. സ്പീക്കർ ഫോണിലൂടെ ആ സംഭാഷണം ഞങ്ങൾക്ക് കേൾക്കണം. ഓ, അപ്പൊ ബാലേട്ടന്റെ ദൃശ്യ സിനിമാക്കളി പൊളിക്കാനുള്ള ശ്രമമായിരിക്കുമല്ലേ? ഞാൻ ഫോൺ വിളിക്കുമ്പോ ശിവയുടെ മരണത്തെക്കുറിച്ച് ബാലേട്ടൻ എന്തെങ്കിലും സൂചന തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓപ്പണായിട്ട് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞ് മിസ്റ്റർ ബാലചന്ദ്രൻ ഒരു പരാതി തരാനുള്ള സാഹചര്യം എനിക്ക് ഒഴിവാക്കണം. ശരി സാർ, ഞാൻ സഹകരിച്ചില്ലെന്ന് വേണ്ട, ചെയ്യാം. ആ, സിജൻ. സിജ, നീ ഇതെവിടെയാ? സിജനാണോ? ആ, അതെ. ഹലോ സിജ, പറയുന്നത് കേൾക്കുന്നില്ലേ? ബാലേട്ടാ, ഞാൻ കുറച്ച് ദൂരെയാ. നിന്നെ ഫോണിൽ പോലും കിട്ടാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു സിജ. പരാതി കൊടുക്കാതിരിക്കുകയായിരുന്നു. പരാതിയൊന്നും കൊടുക്കണ്ട ബാലേട്ടാ, ഞാൻ സേഫാ. നീ എവിടെയാ അത് പറ. ഒക്കെ ഞാൻ പറയാം. ആ, അതെ, കുട്ടിമണി നാളെ എവിടെ എത്തും. അവളെ ഇങ്ങോട്ട് അയക്കാന്ന് രവി സമ്മതിച്ചിട്ടുണ്ട്. ആ, അവൾ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം സിജ. ഉണ്ടാവില്ലേ നീ? ഞാൻ വരാം ബാലേട്ടാ. ശിവയുടെ കാര്യം സംസാരിക്കുക. ബാലേട്ടാ, എന്റെ പഴയ സുഹൃത്ത് ശിവയുടെ കാര്യം വല്ലതും ബാലേട്ടന് അറിയാമോ? ശിവയോ? ഏത്? എന്റെ അമ്മയെ കൊന്ന ദുഷ്ടനോ? അവനെക്കുറിച്ച് ഞാൻ എന്തിനാ അന്വേഷിക്കണം? അല്ല, ആരെങ്കിലും പറഞ്ഞു വല്ലതും അറിഞ്ഞോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊന്നും അറിയില്ല, അറിയുകയും വേണ്ട. പോലീസ് എന്ന് പറഞ്ഞ് കാക്കിയിട്ട് കുറെ കഴിവില്ലാത്തവർ നടപ്പുണ്ടല്ലോ, അവരുടെ മൂക്കും തുമ്പി വിലസുക ശിവയെ പോലുള്ള ക്രിമിനലുകൾ. പിടികൂടിയാൽ തന്നെ എന്താ പ്രയോജനം? തീറ്റ കൊടുത്ത് തടിപ്പിച്ച് കോടതിയിലെത്തി. കോടതി പറയും കൊല്ലാനായി ആയുധം പ്രയോഗിച്ചതിന് മാത്രമേ തെളിവുള്ളൂ എന്ന്. ആയുധം കൊണ്ടതിന് തെളിവില്ലാന്ന്. ശിവയെ പോലുള്ളവരെ തിരുനെറ്റിക്ക് വെടിവെച്ച് തീർത്തിട്ട് പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്ന് എഴുതി വെക്കണം. അതിന് ചങ്കുറപ്പുള്ള ഒറ്റ ഒരുത്തൻ പോലീസിലുണ്ടോ സിജ? ആ, ഒരുത്തനുണ്ടായിരുന്നു. പക്ഷേ എണീറ്റ് നടക്കാനാവാത്ത അവസ്ഥയിൽ കിടക്കുക എപ്പോഴും. എന്തായാലും ശിവയെ ആരോ തീർത്തു എന്ന് ഞാൻ അറിഞ്ഞത്. പോലീസ് ചിലപ്പോൾ അവിടെയും വരും. പോലീസ് ഇവിടെ വന്നിരുന്നു സിജ. വെറുതെ ഇവിടെ വന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി. നമുക്കെന്ത് കാര്യം എന്ന് കരുതി ഞങ്ങൾ അതിനത്ര ഗൗരവം കൊടുത്തില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മനസ്സാവാച നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ? ഇവിടെ ആർക്കും ടെൻഷനൊന്നും ഇല്ല സിജ. നിന്നെ കാണാത്തതിലേ ഉള്ളൂ ടെൻഷൻ. ഞാൻ ഉടനെ വരാൻ ബാലേട്ടാ. മതി, കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കൂടെ പോലീസിന്റെ നെഞ്ചത്തിട്ട് താങ്ങിയല്ലേ? ബാലേട്ടൻ പറഞ്ഞത് ഈ നാട്ടിലെ ഓരോരോ പൗരന്റെ മനസ്സിലുള്ള കാര്യമോ സാർ. 1,00,000 പേരുള്ള സേനയിൽ ചങ്കുറപ്പുള്ള 10 പേരുണ്ടെങ്കിൽ അവരുടെ പേരിലാവും പിന്നെ പോലീസ് ഫോഴ്സ് മുഴുവൻ അറിയപ്പെടുന്നത്. 10-ൽ ഒരാളാവാൻ മനസ്സിൽ നന്മ വേണം, സമൂഹത്തിനോട് പ്രതിബദ്ധത വേണം, നല്ലത് മാത്രം നടക്കണമെന്ന ആഗ്രഹം വേണം. സിജൻ എവിടുന്നാ ബാലേട്ട വിളിച്ചത്? കുറച്ച് ദൂരെയാണെന്ന് അവൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉറപ്പാ സീതേ, അവൻ പോലീസ് കസ്റ്റഡി തന്നെ. ഞാൻ SP വിളിച്ച് സിജനെ കാണാനില്ലെന്ന് പറഞ്ഞതോടെ നമ്മൾ പരാതി കൊടുക്കുമെന്നും കോടതിയിൽ മൂവ് ചെയ്യുന്നു അദ്ദേഹത്തിന് ബോധ്യമായി. അതിനാകും സിജനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത്. കൂട്ടത്തിൽ ശിവയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു കാണും. എന്റെ മറുപടി നീ കേട്ടല്ലോ. കേട്ടു. നീ പോയ കാര്യം എന്തായി മക്കളെ? വക്കീലിനെ കണ്ടോ? ആ, കണ്ടു. ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്യാന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. പിന്നെ
സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനും പറഞ്ഞു. അല്ല, സിജിൻ ഇപ്പൊ ഫോൺ വിളിച്ച സ്ഥിതിക്ക് എന്ത് പറഞ്ഞാ നമ്മൾ പരാതി കൊടുക്കുന്നത്? അതൊരു പ്രശ്നമാണ്. വക്കീലിന് ഒന്നുകൂടെ കാണേണ്ടി വരുന്ന തോന്നുന്നത്. വക്കീലിനെ അല്ല, ആ പോലീസുകാരിയെ നീ ആദ്യം പോയി കാണേണ്ടത്. പിച്ചള കുറ്റം സമ്മതിച്ചെന്നല്ലേ അവര് സീതയോട് പറഞ്ഞത്. എന്നിട്ടെന്താ പിച്ചളയെ കോടതി ഹാജരാക്കാത്തത്? പിച്ചളയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സിജിനെ വിടേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് രണ്ടുപേരെയും കാണാനില്ലെന്ന് പറഞ്ഞ ഹേബീസ് കൊടുക്കേണ്ടത്. അതാ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ, പിച്ചളയാവുമ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നൊരു ധൈര്യം അവർക്ക് കാണും. ആ ധൈര്യം അങ്ങ് പൊളിച്ചു കൊടുക്കണം ബാലേട്ട. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. രവി വിളിച്ചിരുന്നു. അവൻ കുട്ടിമണിയെ നാളെ തന്നെ ഇങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചെന്ന്. നേരോ? അതെ അപ്പച്ചമ്മ, അവന് വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ ആരെയോ കൂട്ടി അയക്കാമെന്ന്. രാവിലെ എയർപോർട്ടിൽ പോയി ഞാൻ വിളിച്ചോണ്ട് വരണം. അവന്റെ ഒരു തിരക്ക്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവന്റെ കയ്യിലില്ല. അതുകൊണ്ടാ ഇല്ലാത്ത തിരക്കിന്റെ പേര് പറഞ്ഞ് തലകൂരുന്നത്. കുട്ടിമണി ആരുടെപ്പം കയറ്റിവിടുന്ന രവി പറഞ്ഞേ? അവന്റെ ഏതോ സ്റ്റാഫാണത്രേ. പെൺകുട്ടിയാ. കുട്ടിമണി അവളും തമ്മിൽ വലിയ കൂട്ടാണെന്നാ രവി പറഞ്ഞത്. ആ എന്തായാലും വരട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടിയാ മതിയല്ലോ. അല്ല, വിമാനത്തിലൊക്കെ വരാൻ അവക്ക് പേടിയുണ്ടാവുമോ മക്കളെ? പേടിക്കാൻ എന്താ ഉള്ളത്? കൂടെ ഒരാളും ഉണ്ടല്ലോ. പിന്നെന്താ? കുട്ടിമണി വരുന്നതിൽ സീതയ്ക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടാവോ അപ്പച്ചമ്മേ? കാണാതിരിക്കില്ല മക്കളെ. കുഞ്ഞുമണി അവള് തിരിച്ചറിഞ്ഞാൽ എന്താകുമെന്നൊരു പേടി എനിക്കുമുണ്ട്. നിനക്കുമില്ലേ ആ ഭയം? എനിക്ക് നല്ല വെപ്രാളമുണ്ട്. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവരണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതും ഇല്ല. ആകപ്പാടെ മനസ്സിനൊരു പുകച്ചില്ല മക്കളെ. മനസ്സിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നേനെ. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവനോളം മിടുക്ക് മറ്റാർക്കും ഇല്ല. ഈ നിമിഷങ്ങൾ നമ്മൾ തന്നെ കടന്നുപോയേ മതിയാവും. കുട്ടിമണി വരുമ്പോൾ സിജിന് ഇവിടെ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അപ്പച്ചമ്മ. പക്ഷേ അധികം വൈകാതെ അവനെ ഞാൻ കൊണ്ടുവരും. ഞാൻ അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. എന്നേക്കാൾ ഈ കുടുംബത്തിന് ആവശ്യം അവനെയാണ്. വയലോരം വീടിന് വേണ്ടി ത്യാഗം സഹിക്കാൻ അവൻ ശാരദയുടെ അച്യുതന്റെ മോനൊന്നുമല്ല, മരുമോനാ. അവന് പകരം ഞാൻ ജയിലിൽ പോവും. അപ്പോഴേ ചെയ്ത തെറ്റിന്റെ വലിപ്പം രവിക്ക് ബോധ്യമാവും. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, കൂടുതൽ അനർത്ഥങ്ങളൊന്നും വരുത്തരുതേ. അമ്മയുടെ ജീവിതത്തിൽ ഒരു ദശാസന്ധി കൂടി വരിക മക്കളെ. ഇതിനെ അമ്മ അതിജീവിക്കോ വീണു പോകുമെന്ന് ഒരു നിശ്ചയമില്ല ഇപ്പോ. നിങ്ങൾക്ക് ഒരമ്മ കൂടി വരാൻ പോവുക. നിങ്ങളെ തിരിച്ചറിയാൻ പോലും വയ്യാത്തൊരമ്മ. തിരിച്ചറിവുണ്ടായ രണ്ടിലൊരാളെ എനിക്ക് കൈവിടേണ്ടി വരും. എന്ന് കരുതി കുട്ടിമണിക്ക് തിരിച്ചറിവുണ്ടാകല്ലെന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റില്ല മക്കളെ. നിങ്ങളുടെ അച്ഛന് ജീവനാവളെ. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളോട് സങ്കടം പറഞ്ഞിട്ട് എന്താ സീതേ കാര്യം? എന്റെ വിഷമം ആരോടെങ്കിലും പറയണ്ട ബാലേട്ട. എന്നെ മനസ്സിലാക്കുന്ന ആരും ഇവിടെ ഇല്ലാതായി പോയില്ലേ? എന്നാരാ പറഞ്ഞത്? എനിക്കറിയാം നിന്നെ. എന്നോളം നിന്നെ അറിഞ്ഞ ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. കുട്ടിമണി വന്നാലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഒന്നും. ഈ ലോകത്തിന്റെ കാപട്യങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കത അവളുടെ മനസ്സിനുണ്ട്. നിന്നെപ്പോലെ തന്നെ രണ്ടു മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയും. എനിക്ക് സംശയ ബാലേട്ട. നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ദുസ്വപ്നം വന്നു മൂടി ഉറക്കം തെളിയുന്നത് എന്റെ വിധിയാ. ഇവിടെ അതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഞാൻ കാത്തിരിക്കുക അങ്ങനൊരു ദുർവിധി. ഇനി ഒരു ദുർവിധിയും നമ്മുടെ ദാമ്പത്യത്തെ ബാധിക്കില്ല എന്ന് തറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല ബാലേട്ട. ഈ കുഞ്ഞുങ്ങൾ വളരും. എഴുത്തിനിരുത്തി സ്കൂളിൽ ചേർക്കണമല്ലോ. ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇവരുടെ രക്ഷകർത്താക്കളുടെ സ്ഥാനത്ത് ആരുടെ പേര് വെക്കും? ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാന്ന് വെക്കാം. പക്ഷെ കുറെ കൂടി വളർന്ന് തിരിച്ചറിവാകുമ്പോ ഇവർക്ക് മനസ്സിലാവും ഒരു മനുഷ്യന് ഒരച്ഛനും ഒരമ്മയും മാത്രമേ ഉണ്ടാവൂന്ന്.
അവര് ചോദിച്ചു തുടങ്ങും ആരാ പെറ്റമ്മയെന്ന്. ബാലേട്ടൻ അവരോട് എന്ത് സമാധാനം പറയും? കുളിക്കാൻ പോയപ്പോ തോട്ടിൽ കൂടെ ഒഴുകി വന്ന് കിട്ടിയതാണെന്ന് പറയും. അല്ല പിന്നെ പുഴയിലെ വെള്ളം മുഴുവനും പറ്റി അക്കരെ നിൽക്കുന്ന പട്ടിയുടെ തൊടലും പൊട്ടിച്ച് അത് വന്ന് നമ്മളെ കടിക്കുമെന്ന് പേടിച്ച് ഓടുന്ന മാതിരി വർത്തമാനമാ നീ ഇപ്പൊ പറയുന്നത്. മക്കള് വളരട്ടെ, ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് പ്രായമാകുമ്പോഴേക്കും ഉത്തരം പറയാനുള്ള പക്വത നിനക്കും വരും സീതേ. വലിയ പക്വതയുള്ള ആളല്ലേ അപ്പച്ചിയമ്മ? അപ്പൊ പറ, എന്തുത്തരവാ പക്വത എത്തിയവർക്ക് പറയാനുള്ളത്? സീത ചോദിച്ചതൊരു യാഥാർത്ഥ്യ അപ്പച്ചമ്മേ. ദൈവത്തിന് കൂടുതൽ സ്നേഹമുള്ളവർക്ക് 2 അച്ഛന്മാരെയും 2 അമ്മമാരെയും കൊടുക്കുന്നൊക്കെ പറഞ്ഞ നാളത്തെ തലമുറ വിശ്വസിക്കില്ല. അപ്പൊ പിന്നെ സത്യം തുറന്നു പറയണം, അല്ലാതെന്താ? എന്ത് സത്യം ഞാൻ തുറന്നു പറയേണ്ടത്? കുഞ്ഞുമണി എന്റെ മോളാണെന്നും കുട്ടാപ്പ് വളർത്തുമോനാണെന്നോ? അതോ കുഞ്ഞുമണി കുട്ടിമണിയുടെ മോളാണെന്ന നിങ്ങളുടെയൊക്കെ ഭാഷയോ? ആലോചിച്ച് പറഞ്ഞാ മതി. മക്കള് ചോദിക്കുന്ന കാലം വരെ അപ്പച്ചമ്മയുടെ ഉത്തരം കാത്തിരുന്നോളാം ഞാൻ. ബാല, മക്കൾക്ക് തിരിച്ചറിവാവുന്ന കാലം വരെയൊന്നും ഈ അപ്പച്ചിയമ്മ ഉണ്ടാവില്ല മക്കളെ. അതിനു മുമ്പേ ഞാൻ അങ്ങ് പോകും. മരണവും ജയിൽവാസവും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞ രക്ഷപ്പെടലുകൾ അപ്പച്ചമ്മേ. പിന്നെ ഒന്നും അറിയണ്ട, ഈ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കാനാ ബുദ്ധിമുട്ട്. അപ്പച്ചേപ്പനെ കണ്ടില്ലേ, ആരോടൊന്നും മിണ്ടാതെ ഒറ്റപ്പോക്ക്. അതോടെ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. തീർത്ഥാടനമായതുകൊണ്ട് ആയുസ്സിൽ ചെയ്ത പുണ്യങ്ങളുടെ വലിപ്പവും കൂട്ടിവയ്ക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി പുണ്യം കിട്ടാൻ തീർത്ഥാടനം നടത്തിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ കൂടിയാ തീർത്ഥാടനം നടത്തുന്നത്. 7 ജന്മങ്ങളിലെ പാവഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നതാ, ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പച്ചമ്മേ. ഒക്കെ തുടങ്ങുക. അടുത്ത തലമുറയെ കൂടി ബാധിക്കില്ലേന്നേ ഉള്ളൂ പ്രാർത്ഥന. ഈ അപ്പച്ചി അമ്മുമ്മയ്ക്ക് ഒന്നും അറിയില്ല മക്കളെ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കുഴപ്പത്തിലാക്കരുത് കേട്ടോ. അയ്യപ്പൻകുട്ടിയുടെ സഹായികളായിരുന്നു മനസ്സുജനും പിച്ചളയുമെന്ന് സത്യത്തിൽ മുംതാസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് സർ. കൊല്ലപ്പെട്ട ശിവയെ തന്നെ ഒരിക്കലവർ പിടികൂടി അയ്യപ്പൻകുട്ടി സാറിനെ ഏൽപ്പിച്ചതാണ്. അയ്യപ്പൻകുട്ടി സാർ അവനെ പാഞ്ചാലിമേട്ടിലെ സ്വന്തം ഹൈഡൌട്ടിൽ പൂട്ടിയിട്ടു. അതാണ് സാറിന് പിന്നെ വിനയായി മാറിയത്. പൂട്ടിയിട്ട കാര്യമൊക്കെ എനിക്കും അറിയാം മുംതാസ്. എന്റെ അനുവാദമില്ലാതെ അയ്യപ്പൻകുട്ടി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ സാർ, എന്തിനു വേണ്ടിയാ ശിവയുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വെയിറ്റ് ചെയ്തത്? ഇന്റർസ്റ്റേറ്റ് കണക്ഷൻസ് ഉള്ള ഒരു ക്രിമിനലായിരുന്നു ശിവപാണ്ഡ്യ പെരുമാളെന്ന് മുംതാസിന് അറിയാലോ. സൗത്ത് ഇന്ത്യയിൽ പലയിടത്തും അയാളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. കേരള പോലീസിന്റെ പിടിയിലാണ് അയാളെന്ന് മറ്റ് സ്റ്റേറ്റിലെ പോലീസിന് മനസ്സിലായാൽ അവർ ശിവയെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അയ്യപ്പൻകുട്ടി എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. നമ്മുടെ കയ്യിൽ തെളിവുള്ളത് ഒരു ശാരദാ മർഡർ കേസിൽ മാത്രമായിരുന്നു. പുറത്തൊരുപാട് കേസുകൾ, ക്രൂരതകളുടെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ ശിവയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നമുക്കൊരു ക്രെഡിറ്റ് ആവില്ലായിരുന്നോ സർ? മുംതാസിന് തെറ്റി. ശിവയെ നമ്മൾ തമിഴ്നാട് പോലീസിനോ കർണാടക പോലീസിനോ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ കളി വേറൊന്നായേനെ. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു ജയിൽ ബ്രേക്കിന്റെ കഥയാവും. ശിവപാണ്ഡ്യ പെരുമാൾ ജയിൽ ചാടി രക്ഷപ്പെട്ട കഥ. പോലീസുകാർ തന്നെ അതിന് സഹായം ചെയ്തു കൊടുക്കുമെന്ന് അയ്യപ്പൻകുട്ടിക്ക് അറിയാമായിരുന്നു. ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവന് പിന്നിലുള്ള ശക്തികൾ അവനെ ഇല്ലാതാക്കാനും മടിക്കില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി സർ. സഞ്ജു കുത്തിവീഴ്ത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ അയ്യപ്പൻകുട്ടി സർ കേരളത്തിന് പുറത്തായിരുന്നു. ശിവയെ എന്നേക്കുമായി പൂട്ടാനുള്ള തെളിവുകൾ ശേഖരിക്കായിരുന്നിരിക്കണം അദ്ദേഹം. അതെ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ അയ്യപ്പൻകുട്ടി ശിവയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമായിരുന്നില്ല. ഇപ്പോൾ മനസ്സിയൻ ചെയ്തു എന്ന് നമ്മൾ കരുതുന്ന കൃത്യം അയ്യപ്പൻകുട്ടി തന്നെ നിർവഹിച്ചു. ഒന്നാലോചിച്ച ഇതിലൊക്കെ എന്താടോ തെറ്റ്? ബുദ്ധിമുട്ടി ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്യാന്? മൂക്കുമുട്ട ചിക്കനും മട്ടനും തിന്ന് ഇവനൊക്കെ അങ്ങ് കൊഴുക്കും. പിന്നെ കേസ് വാദിക്കാൻ ഒറ്റ സിറ്റിങ്ങിന് 2 കോടി വരെ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെത്തും. പൊതുജനങ്ങളുടെ പണം കൊണ്ട്
ഗ്ലാമർ വെച്ച ഇവനൊക്കെ പുഷ്പം പോലെ കേസി നൂരി പുറത്തിറങ്ങി വീണ്ടും ആയുധം എടുക്കും. ഇതുപോലെ എത്ര എണ്ണം കിടക്കുന്നുണ്ട് കേരളത്തിലെ ജയിലുകളിൽ? അല്ല, നമ്മൾ അയച്ചവർ തന്നെ ഉണ്ടാവുമല്ലോ ഒരുപാട്. പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്ന് എഴുതി തള്ളിയാൽ അത്ര തന്നെ. കുറെ കാലം മനുഷ്യാവകാശ പ്രവർത്തകർ ഒച്ചയെടുത്തേക്കും, ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറും കിട്ടിയേക്കും. എന്നാലും ദൈവത്തിന്റെ കോടതിയിൽ അതിന് ബഹുമതിയെ കിട്ടും. പക്ഷെ സർ, ഇതേ മനോഭാവം പൊതുജനങ്ങളിൽ വളർന്നാലോ? അത് അപകടമല്ലേ? ഈ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരവില്ല മുംതാസ്. നിങ്ങളിന്ന് രാവിലെ മുതൽ ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന് നേഴ്സ് ഒന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം? വിശപ്പില്ല ഡോക്ടറെ. എന്റെ മോള് അകത്തിങ്ങനെ കിടക്കുമ്പോ എന്റെ തൊണ്ടേന്നൊന്നും മകൾ ഇറങ്ങില്ല. സെല്ലി കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി. ഇന്നലെ വരെ നിങ്ങൾ ഫുഡ് കഴിച്ചിരുന്നാണല്ലോ. ഇന്നിപ്പോ അത് വേണ്ടാന്ന് വെക്കാൻ ഞാനൊരു കാരണവും കാണുന്നില്ല. പിന്നെ മകൾക്ക് കൂട്ടിരുന്ന് സ്വയം ഉരുകി തീർന്നിട്ട് ഒരു കാര്യവുമില്ല. മിസ്റ്റർ തമ്പി പറഞ്ഞതുപോലെ മതികലെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഗൗരവമായിട്ട് ആലോചിക്കുക. ഞാൻ വേണ്ട സഹായം ചെയ്തു തരാം. രാക്ഷസന്മാരുടെ മുന്നിൽ ചെല്ലുമ്പോ പത്രാസ് ഒട്ടും കുറയ്ക്കണ്ട. ഈ ശീലാവതി ഒരു മഹാറാണിയായി മാറിയെന്ന് അവരറിയട്ടെ. ഇവിടെ കൊള്ളാം ശീലാവതി, നീ ഒരു ഉഗ്രൻ പീസ് തന്നെ. അവിടെ ഇരി. അയ്യോ, ഇത്ര പെട്ടെന്ന് രാത്രിയായോ? ആ, രാത്രി എങ്കിൽ രാത്രി. എക്സ്ക്യൂസ് മീ. പിന്നെ മോക്ക് മുഴുവൻ വട്ടായി നിറഞ്ഞു. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ. എവിടെയാ സാധനം? എന്റെ മോളുടെ ദുരവസ്ഥ കണ്ടു ചിരിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. കടന്നു പോടി ഇവിടുന്ന്. മിസ്സസ് ജലജാകുമാരി, ഒരു ഇന്ത്യൻ പൗരി എന്ന നിലയിൽ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെ പോകാനും ഇന്ത്യക്കാരായ എന്റെ ഏതു സഹോദരി സഹോദരന്മാരെ കാണാനും ഈ രാജ്യത്തെ ഭരണഘടന എനിക്ക് പൂർണ്ണ അനുവാദം തന്നിട്ടുണ്ട്. മതികല സഹോദരി കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോടി അസത്തെ. നമ്മൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ എന്നും വിജയം എന്റെ ഭാഗത്തായിരുന്നു. പണ്ടേ ദുർബല, ഇപ്പൊ പിന്നെ ഗർഭിണി എന്ന അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന നിങ്ങൾക്ക് ഈ ശീലാവതിയെ ഒന്നും ചെയ്യാനാവില്ല. ശീലാവതി ഇന്നൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ആയിരക്കണക്കിന് ആളുകൾ എന്റെ പിന്നിലുണ്ട്. അവർ വന്ന് നിങ്ങളെ കടിച്ച് കീറി ചോര കുടിക്കും. കാണോ? വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത് ശീലാവതി. ശരി, എങ്കിൽ എനിക്ക് വേഗം മതികലയെ കാട്ടിത്തരൂ. നിക്ക്, ഞാൻ പൊയ്ക്കൊള്ളാം. വരൂ. എനിക്ക് സന്തോഷമായി മാഡം, സന്തോഷമായി. അയ്യോ, ഇനി മാഡത്തെ കൂടെ ഇതുപോലെ കാണണേന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്റെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുള്ള കാര്യം മറക്കണ്ട. എത്ര പേരെ കണ്ണീര് കുടിപ്പിച്ചതാടി നീയ്. ആന മറവേ, നിനക്കിത് തന്നെ വരണമടി. ചിരിച്ചോടി, ഉറക്കെ ചിരിച്ചോ, രക്തയക്ഷി. അയ്യോ ശീലാവതി, നീ മോളുടെ അടുത്തേക്ക് കുറെ കൂടി നീങ്ങി നിന്ന് ചീത്ത വിളിക്ക. എന്നാലേ അവള് കേൾക്കൂ. വേല മനസ്സിലിരിക്കട്ടെ അമ്മച്ചി. ഇവളെന്റെ കഴുത്ത് ഞെരിക്കുന്നത് കാണാനല്ലേ?
ഇവള് നിങ്ങളുടെ വരെ കഴുത്തിന് പിടിച്ച കാര്യം തമ്പി സാർ എന്നെ വിളിച്ചു പറഞ്ഞു. തമ്പിയോ? ആ അയാള് നിന്നെ വിളിച്ചോ? വിളിച്ചു. ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു. അല്ലാതെ ഞാൻ മാഡത്തിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്നാണോ വിചാരിച്ചത്? മിസ്സസ് ജലജകുമാരി, കമോൺ, ഇങ്ങോട്ട് കമോൺ. നമുക്ക് മതികലയുടെ ഭാവിയെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ നടത്താനുണ്ട്. കമോൺ കമോൺ. Yeah.